ഇന്നത്തെ താരം ദൈവനാട്ടോ, നമ്മുടെ കൈപ്പയ്ക്ക. ഇച്ചിരി വെള്ളവും ലേശം ഉപ്പും കൊടുത്താലേ ആൾ മിണ്ടാണ്ട് കിടന്ന് വെന്തോളും. അതിപ്പോൾ ചട്ടിയിലാണെങ്കിലും അല്ല കുക്കറിലാണെങ്കിലും ഇനിതാ ഇതുപോലത്തെ ചെമ്പിലാണെങ്കിലും ആൾക്കൊരു പരാതിയില്ല. അത്രയ്ക്കും പാവമായോണ്ടായിരിക്കും ചിലർ കണ്ടറിഞ്ഞിങ്ങോരെ പാവയ്ക്കാന്നുകൂടി പേരിട്ടത്. പുള്ളിനെ അടുപ്പത്ത് കയറ്റിയാലേ ഇടയ്ക്ക് അടുക്കള വശത്തേക്കൊരു എത്തിനോട്ടം അത് വേണം കേട്ടോ. ഇങ്ങോരെ ചാപ്പിടുമ്പോഴേ നവരസങ്ങളിലെ ബീബൽസം മുഖത്ത് പ്രകടമാവുന്നതുകൊണ്ടായിരിക്കാം ഏതൊരു സദ്യക്കും പുള്ളീനെ അങ്ങോട്ട് മാറ്റി നിർത്തിയത്. എന്നാൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലേ ബീബൽസം മാറി പിന്നെ മുഖത്ത് അത്ഭുതമായിരിക്കും. പിന്നെ ഒരു ചോദ്യം, ഇതിൻ്റെ കയ്പ് എവിടെ പോയി? പുളി, കുരുമുളക്, കാശ്മീർ ചില്ലി, ഗരം മസാല, കായപ്പൊടി, ശർക്കര ഇതൊക്കെ ചേർത്തിട്ടേ ഇതുപോലെ കയ്പയ്ക്ക ഉണ്ടാക്കിയാലേ എന്നെപ്പോലെ നിങ്ങൾക്കും തോന്നും കയ്പയ്ക്കയുടെ പേര് മാറ്റേണ്ട സമയം എന്നെ അതിക്രമിച്ചു എന്ന്.